ഇപ്പോഴെങ്കിലും ഇത് പ്രശ്നമായില്ലായിരുന്നെങ്കിൽ, പ്രശ്നമാക്കാൻ ആ കുടുംബം മുമ്പോട്ട് വന്നിരുന്നില്ല എങ്കിൽ, നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഇനിയും വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതവിടെ കിടക്കും. ഒരിക്കലും ഇത് CBIക്ക് കൊടുത്തു, പക്ഷേ ഇവിടുന്ന് കൊടുത്ത് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. അത് ഇല്ല, സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞല്ലോ, മേളിൽ നിന്ന് വന്നവൻ താഴോട്ട് പോയി, താഴെ വന്നിട്ടുമില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇത് CBIയുടെ കൈക്ക് കൊടുത്തു, പക്ഷെ CBIക്ക് കൈമാറി, പക്ഷെ ഇവിടുന്ന് മാറിയതേ ഉള്ളൂ, അവിടെ ചെന്നിട്ടില്ല എന്ന് പറയുന്നതാണ്. അന്തരീക്ഷത്തിൽ കറങ്ങാണ് ആ കേസ്. ഇനിയും ഇവർ ഇത് താമസിപ്പിക്കാനുള്ള എല്ലാ പണികളും ചെയ്യും. അതിൻ്റെ പുറകിൽ ജാഗരൂകത പാലിക്കണം സിദ്ധാർത്ഥൻ്റെ കുടുംബക്കാർ. അല്ലെങ്കിൽ നീതി ഒരിക്കലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ മരിച്ച സിദ്ധാർത്ഥന് നീതി കിട്ടത്തില്ല. അപ്പോൾ ആ നീതി കിട്ടാൻ വേണ്ടി അവർ മുമ്പോട്ട് ഇറങ്ങുക തന്നെ വേണം. കാലങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ തെളിവുകളെല്ലാം മായ്ക്കപ്പെടും. അതാണ് നടന്നത്. മാഞ്ഞു പോകണം തെളിവ്. അതാണ് ഇവിടുത്തെ ആവശ്യം. ഇത് മനഃപൂർവ്വം അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. വളരെയധികം കൃത്യമായിട്ട് മനഃപൂർവ്വമായിട്ട് ചെയ്തേക്കുന്ന ഒരു ഇടപാടായത്. ഇതങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറയും, അത് അവിടെ സെക്ഷനിലേക്ക് വിളിച്ചു പറയും, അവർക്ക് പുറത്ത് മിണ്ടാൻ പറ്റുമോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തത് കേട്ടോ. അസിസ്റ്റൻറ്റ് അവർ സെക്ഷൻ ഓഫീസർ, അസിസ്റ്റൻറ്റ്, ഇത് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ റാങ്കിലുള്ള ആരുണ്ട്. അതിന് മേളിലോട്ടുള്ള ആർക്കും ഇല്ലല്ലോ. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന സെക്രട്ടറിക്ക് ഇതിന് ചുമതലയില്ലേ? അയാളല്ലേ ആദ്യം അറിയേണ്ടത്. അയാളല്ലേ ഇത് മുമ്പിൽ നിന്ന് നോക്കേണ്ടത്. കേരള DGPക്ക് ഇത് കാര്യമൊന്നുമില്ലേ? വിട്ടിട്ട് അങ്ങ് പോയോന്നറിയാൻ. അത് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞു, തീർന്നു, അയാളുടെ കാര്യം തീർന്നു. അതിലിപ്പോൾ ആ കേസിൽ ഒരു അന്വേഷണവും ഇല്ലെന്നുള്ളതാണ്. അത് ഇത്രയും നാൾ ഇവർക്ക് പിടിച്ചു വെക്കാൻ പറ്റി. അതായത് അന്ന് CBIക്ക് വിടാനുള്ള തീരുമാനമെടുത്തതിന് ശേഷം അത് മുതൽ ഇന്ന് വരെ ഈ റെക്കോർഡൊന്നും CBIക്ക് കൈമാറാതെ അത് വെച്ചോണ്ടിരുന്നിട്ട് ഇത്രയും നാള് ഇതിൻ്റെ അന്വേഷണം ഒന്നും ഇല്ലാതാക്കി. അപ്പോൾ ഇതിൻ്റെ ബഹളമൊക്കെ ഒതുക്കി. അവർക്കറിയാം എങ്ങനെയാണെന്ന്. മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം വന്നു കഴിഞ്ഞാൽ മിണ്ടുവോ? വാർക്കത്തില്ലല്ലോ, അതിനെക്കുറിച്ച് ഒന്നും പറയത്തില്ല, ഒരു കാര്യവും പറയത്തില്ല. കാരണം മൗനമാണ് ഏറ്റവും നല്ല ആയുധം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചത് വേറെ ആരുമല്ല, വേറെ അതുപോലെ തലപ്പത്ത് വേറെ ആളുണ്ട്, അവരൊക്കെ തന്നെ പഠിപ്പിച്ചേക്കുന്നതാണ്. ഒന്നും മിണ്ടരുത്. വലിയ അഴിമതി ആരോപണം വരും, അനങ്ങാതിരിക്കുക, ഒരു കുഴപ്പമില്ല. അനങ്ങാതിരുന്ന എന്താ? കുറേ നാൾ കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇല്ല പിച്ച കൊടുക്കുന്ന മാതിരി ഒരു കിറ്റ് എടുത്തങ്ങ് ഇട്ട് കൊടുക്കും, അതിനകത്ത് കയറിക്കൊണ്ട് നടക്കും. അത് കിട്ടി, മുഖ്യമന്ത്രി നമുക്കെല്ലാം തന്നു കേട്ടോ എന്നുള്ള ഒരു രീതി പോവും എന്ന് പറഞ്ഞതുപോലാണ് ഇവിടെ നടന്നത്. ഇത് ബഹളം ഒന്ന് ശമിപ്പിക്കണം, പിന്നെ അനങ്ങണ്ട, ഇതങ്ങ് മറന്നു. പക്ഷെ അവിടെ നൊന്ത ആളുകൾ വേറെ ഉണ്ട്. കാരണം ആ നഷ്ടം വന്ന ആ വീട്ടുകാർക്കാണ്, സിദ്ധാർത്ഥൻ്റെ അച്ഛനും ആ കുടുംബത്തിനുമാണ്. അവർ അത് കളയത്തൊന്നുമില്ല. ഇത് മനഃപൂർവ്വം ബഹളം ഒന്ന് ഒതുക്കാനും അവരെ ഒന്ന് ഒതുക്കി നിർത്താനും അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും. കാരണം ഇത് SFIക്കാരും ഇതിനകത്ത് ഇടപെട്ടേക്കുന്നതൊക്കെ CPMകാരാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി. ഇതൊക്കെ മനഃപൂർവ്വമല്ലേ. അപ്പോൾ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് പറയും, ഞാനെ ഇങ്ങനെ ധൃതി കൂട്ടി കൊടുത്തു കേട്ടോ, അത് പതുക്കെയൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അതവിടെ കിടക്കും. ഇപ്പോഴെങ്കിലും ഇത് പ്രശ്നമായില്ലായിരുന്നെങ്കിൽ, പ്രശ്നമാക്കാൻ ആ കുടുംബം മുമ്പോട്ട് വന്നിരുന്നില്ല എങ്കിൽ, നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഇനിയും വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതവിടെ കിടക്കും.